ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SL Max. എവർക്കും SL Max ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത, ഷെയർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും വാച്ചിങ്ങും അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മൾ പ്ലസ് ടുവിലെ മെട്രിക്സിലെ തന്നെ വേറൊരു കണ്ടന്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. രണ്ട് ടേം ആണ്, സിമ്മട്രിക് ആണ് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് ആണ്. ഓക്കെ, അതായത് സിമ്മട്രിക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്ക്യൂ. ഓക്കെ, നെഗറ്റീവ് മീനിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാം. ഞാൻ ചെയ്യണം നോക്കുക. ഒരു എക്സാമ്പിൾ സഹിതം പറയാൻ പോണേ. മെട്രിക്സ് എ ഈക്വൽ ടു 2 3 4 5 6 7 8 -1 2. ഇതാണ് മെട്രിക്സ് എ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പോസ് കാണാൻ പോകുന്നത്. നമുക്കറിയാം എന്താ ട്രാൻസ്പോസ്. എന്റെ മുകളിൽ ഡാഷ് ഒരു വര ഡാഷ്. ട്രാൻസ്പോസ് ആണ് എന്താ? ഇതിന്റെ റോയും കോളും പരസ്പരം ചേഞ്ച് ചെയ്തിരിക്കുക. അങ്ങനെയാണ് പറ. ഫസ്റ്റ് റോയെ 2 3 4 ഫസ്റ്റ് കോൾ ആവും 2 3 4. അതുപോലെ ഇനി അതുപോലെ പറ 5 6 7 സെക്കൻഡ് കോളായി. അതുപോലെ 8 -1 2 എന്തായി തേർഡ് കോളായി. ഓക്കെ, ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ മുമ്പ് പഠിച്ച ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇവിടെ എ എന്ന ഈ മെട്രിക്സും ഈ എ ട്രാൻസ്പോസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതുപോലെ ഇത് രണ്ടും, ഇത് 2 3 4 ആണ്. ഇത് രണ്ടും സെയിം ആണോ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണോ? ഇവിടെ അല്ല. അപ്പൊ ഈ കേസിൽ നോട്ട് ഈക്വൽ ടു. അപ്പൊ സിമ്മട്രിക് എന്ന ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ, സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ നോട്ട് ചെയ്യാം. നമ്മളൊരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ ആ മെട്രിക്സ് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? സിമ്മട്രിക് മെട്രിക്സസ് എന്ന് പറയാം. അതായത് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ ആ മെട്രിക്സ് തന്നെയാണ് ഉത്തരം വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തല്ല, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ എന്തല്ല, സിമ്മട്രിക് അല്ല. ഓക്കെ, അത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമുക്കൊന്ന് പറയാം. ആ എക്സാമ്പിൾ നോക്കൂ. Matrix A equal to 2 1 3. Matrix A equal to 2 1 3 1 4 5 1 4 5 3 4 6 3 5 6 sorry 3 5 6. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കാണാം. A ട്രാൻസ്പോസ് ഈക്വൽ ടു പറഞ്ഞോളൂ. ഫസ്റ്റ് റോയെ 2 1 3 യൂസ് ചെയ്ത 2 1 3. അതുപോലെ 1 4 5 അത് സെക്കൻഡ് കോൾ ആയി അല്ലേ? 1 4 5. തേർഡ് റോ ആയ 3 5 6 തിരിച്ചും എന്തായി? 3 5 6 തേർഡ് കോൾ ആയി. മക്കൾ പറയും എ എന്ന മെട്രിക്സ് ആണല്ലോ ഇത്. അതിന് എ ട്രാൻസ്പോസ് അതാ. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കിക്കൊണ്ട 2 1 3 2 1 3 1 4 5 1 4 5 3 5 6 3 5 6 ഒരുപോലെയല്ലേ വന്നത്. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന ഈ മെട്രിക്സ് എന്താണ്? സിമ്മട്രിക് മെട്രിക്സ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ സഹിതം നമുക്ക് പറയാം. ഇത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഒന്നും കൂടി പറയാൻ പോവാണ്. എന്താണ് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതായത് നമ്മളൊരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് ഉത്തരം വരുന്നതെങ്കിൽ അത്തരം മെട്രിക്സിന് എന്ത് പറയും? സിമ്മട്രിക് മെട്രിക്സസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സിമ്മട്രിക് പറഞ്ഞു. ഇനി അടുത്തതാണ് സ്ക്യൂ സിമ്മട്രിക്. എന്താ സ്ക്യൂ സിമ്മട്രിക് എന്നുള്ളതാണ്? സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ്. ഓക്കെ, സ്ക്യൂ സിമ്മട്രിക് അതായത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എ ട്രാൻസ്പോസ് കണ്ടാൽ നെഗറ്റീവ് ഓഫ് എ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമ്മട്രിക്. അതായത് നമ്മളൊരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആ മെട്രിക്സിന്റെ നെഗറ്റീവ് ആണ്. അതായത് നെഗറ്റീവ് കൊണ്ട് നമ്മുടെ മെട്രിക്സ് ഗുണിച്ചുത്തരാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആ മെട്രിക്സിനെ സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയും. ക്ലിയർ ആണോ? എന്തൊന്നും കൂടി നോക്കുക. നമ്മുടെ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ ആ മെട്രിക്സ്
മെട്രിക്സിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിച്ച ഉത്തരമായിരിക്കും കിട്ടുക എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാലോ? ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ ആയിട്ട് മെട്രിക്സ് എ ഈക്വൽ ടു, ഞാൻ ചെയ്യണമെന്ന്, മെട്രിക്സ് എ ഈക്വൽ ടു 0 2 -3 -2 0 4 3 -4 0. ഇതാണ് മെട്രിക്സ് എ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ? 0 2 -3 -2 0 4 3 -4 0. ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കാണാൻ പോകും. ട്രാൻസ്പോസ് ഇപ്പൊ എ ട്രാൻസ്പോസ് എന്താ? പറ, ഇവിടെ പറയാം 0 2 -3. അത് കണ്ടു. ദെൻ അടുത്ത പറയാം 2. അടുത്ത എന്തായി? ഫസ്റ്റത്തെ റോ ഫസ്റ്റ് കോളം, അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളം -2 0 4 ആയി. അടുത്ത തേർഡ് റോ എന്തായി? തേർഡ് കോളായി. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകും നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടു, അത് എന്താ വന്നത്? 0, ഫസ്റ്റ് 0 തന്നെ. സെക്കൻഡ് ഇവിടെ -2 ആയിരുന്നു, ഇവിടെ 2 ആണ്. അപ്പൊ എന്താ വ്യത്യാസം ഉള്ളത്? ഇവിടുന്ന് ഒരു മൈനസ് പോയിട്ടുണ്ട്. അവിടെ 3 ആയപ്പോൾ -3 ആയി. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്, ഈ എനെ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരല്ലേ ഈ എ ട്രാൻസ്പോസ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a എന്നല്ല വന്നത്. മനസ്സിലാക്കി കൂടെ മക്കളെ? ഈ ഏത് മെട്രിക്സ് ഇതിനെ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടിയതല്ലേ ഈ സാധനം. നോക്കിക്കോ, -0 0 തന്നെ, -2 -2 വന്നില്ലേ, -3 -3 ആയി +3, അങ്ങനെ തന്നെ ബാക്കിയുള്ളതൊക്കെ. അപ്പൊ ഇതെന്ത് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ ഒന്നും കൂടി പറയാം, എന്താണ് സ്ക്യൂ സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടാൽ നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ വേഗം എഴുതിക്കൂ. നേരത്തെ പറഞ്ഞ സ്ക്യൂ സിമെട്രിക് ആണല്ലോ എ ട്രാൻസ്പോസ്. ഇത് സ്ക്യൂ സിമെട്രിക് ആണ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ സഹിതം പറഞ്ഞതാണ്. ഇവിടെ രണ്ടൊരു നോട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റിമാർക്ക് ആയി നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എലമെന്റ് ഇൻ ദി മെയിൻ ഡയഗണൽ, element in the main diagonal of element in the main diagonal of skew symmetric matrices. Skew symmetric matrix. അപ്പോൾ skew symmetric matrixന്റെ കേസിൽ skew symmetric matrixന്റെ കേസിലാണെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഡയഗണൽ കംപ്ലീറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ ഒരു റിമാർക്ക് ആയി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോലെ. അതല്ലേ, അതാണ് നമ്മൾ മെയിൻ ഡയഗണൽ കംപ്ലീറ്റ് ഉണ്ടല്ലേ, എന്തായി? കംപ്ലീറ്റ് 0 ആയല്ലോ. അപ്പോ എലമെന്റ് ഇൻ ദി മെയിൻ ഡയഗണൽ ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആർ 0 എന്ന് പറയാം. ആർ 0. ഓക്കേ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നിങ്ങൾ പറയേണ്ടത് സെക്കൻഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്, എ മെട്രിക്സ് which is both symmetric and skew symmetric. അപ്പോൾ ചോദിക്കും, സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ഉള്ള മെട്രിക്സ് ഉണ്ടോ എന്നാണ്. ഉണ്ട്. ആ മെട്രിക്സിന്റെ പേരാണ് സീറോ മെട്രിക്സ്. അപ്പോൾ ഓർത്തിരിക്കുക, സീറോ മെട്രിക്സ് എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ഉള്ളതിന് എക്സാമ്പിൾ ആണ്. സിമ്മട്രിക് ആൻഡ് അപ്പൊ എ മെട്രിക്സ് which is both symmetric and skew symmetric matrix is a zero matrix. Zero matrix എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്മട്രിക്കും ആണ്, എന്തുവാണ്? സ്ക്യൂ സിമ്മട്രിക്കും ആണ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടി ഒന്ന് പറയാം, മൂന്നാമത്തെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. എ എന്നൊരു സംഭവം ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, അതിനെ ട്രാൻസ്പോസ് കൊണ്ട് ആഡ് ചെയ്യാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ഇത് ആരായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. ഇതാരാണ്? സിമ്മട്രിക് ആയിരിക്കും. അതേപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? സ്ക്യൂ സിമ്മട്രിക്കും ആയിരിക്കും. സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. ഇതാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമ്മട്രിക്കും ആയിരിക്കും. അതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമ്മട്രിക്. ഇത് എന്തിന്റെ കേസിൽ? ഫോർ എനി സ്ക്വയർ മെട്രിക്സ് കേട്ടോ. ഇവിടെ ഒരു കണ്ടീഷൻ എന്താണ്? ഫോർ എനി സ്ക്വയർ മെട്രിക്സിന്റെ കേസിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് സിമ്മട്രിക് മെട്രിക്സിനെയും അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സിനെ എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ, നാലാമത്തെ ഒരു പോയിന്റ് നമുക്ക് പറയാമോ? എ സ്ക്വയർ മെട്രിക്സ് can be expressed as sum of എന്തെന്ന് പറയാം? sum of symmetric and skew symmetric matrices. Symmetric and skew symmetric matrices. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഇതാണ് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് കേട്ടോ. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്. അതായത് എ എന്ന മെട്രിക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ,
plus half into A minus A transpose. അപ്പോൾ ഇതാണ് എന്ത് ഒരു സ്ക്വയർ മെട്രിക്സിനെ സിമ്മട്രിക് ആയിട്ടും സ്ക്യൂ സിമ്മട്രിക് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് ഈ ഒരു ഇക്വേഷൻ A മെട്രിക്സ് A equal to half into A plus A transpose plus half into A minus A transpose. ഇതാരാണ് ഈ ടേം ആണ് ആര് വരിക സിമ്മട്രിക് വരിക. ഇതാരായിരിക്കും സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ക്ലിയർ ആണോ? എന്തൊക്കെ പറഞ്ഞത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ കംപ്ലീറ്റ് 0 ആയിരിക്കും. ഇനി 0 മെട്രിക്സ് എന്തിന് എക്സാമ്പിൾ ആണ്? ബോത്ത് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അതേപോലെ ഫോർ എനി സ്ക്വയർ മെട്രിക്സസ് A plus A ട്രാൻസ്പോസ് എന്താണ് സിമ്മട്രിക് ആയിരിക്കും. A minus A ട്രാൻസ്പോസ് എന്തായിരിക്കും സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. അതുപോലെ പറയാം ഫോർ എനി A സ്ക്വയർ മെട്രിക്സ് can be expressed as the sum of symmetric and square skew symmetric. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിനെ എന്ത് ചെയ്യാം സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക്കിന്റെയും സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ ആണ് കാണുന്ന ഇക്വേഷൻ ആണ് മെട്രിക്സ് A equal to half into A plus A transpose plus half into A minus A transpose. ക്ലിയർ ആണല്ലോ? ഓക്കേ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. സിമ്മട്രിക് പറഞ്ഞു, സ്ക്യൂ സിമ്മട്രിക് പറഞ്ഞു. വളരെ സിമ്പിൾ ആണ് കൺസെപ്റ്റ് ഒക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദി മെട്രിക്സ് A 1 -1 5 -1 2 1 5 1 3 is a symmetric matrix. അതായത് ഈ മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് ഷോ ദാറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏതൊരു മെട്രിക്സിന്റെയും ട്രാൻസ്പോസ് കണ്ടാൽ ആ മെട്രിക്സിന്റെ ഉത്തരം വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് സിമ്മട്രിക് ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്താൽ മതി ഇവിടെ. അപ്പൊ ഈ A എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണാൻ പോവാണ്. A ട്രാൻസ്പോസ് എന്താ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാല് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇതൊക്കെ റോയും കോളും പരസ്പരം ചേഞ്ച് വരിക. 1 -1 5 -1 2 1 5 1 3. മക്കൾ പറ ഇതാരാ? ഇത് തന്നെയല്ലേ നമ്മുടെ A എന്ന മെട്രിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇത് എന്തെന്ന് വെരിഫൈ ചെയ്ത് നമ്മൾ ഇത് സിമ്മട്രിക് മെട്രിക്സ് ആണ് വെരിഫൈ ചെയ്തല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ദി മെട്രിക്സ് A 0 1 -1 -1 0 1 1 -1 0 is a skew symmetric matrix. ഇത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡെഫിനിഷൻ? A ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കണം? നെഗറ്റീവ് ഓഫ് A ആയിരിക്കണം. അങ്ങനെയാണ് അത് പറയാം ട്രാൻസ്പോസ് ഓഫ് എ സ്ക്യൂ സിമ്മട്രിക് എന്ന് പറയാം. ഇനി സ്ക്യൂ സിമ്മട്രിക് ആണെന്നുള്ളതിന് ഈ കാര്യമൊന്നും ആവശ്യമില്ല. നമ്മൾ നോട്ട് റിമാർക്കിൽ പറഞ്ഞു അതിന്റെ മെയിൻ ഡയഗണൽ എന്താകും? സ്ക്യൂ സിമ്മട്രിക്കിന്റെ കംപ്ലീറ്റ് 0 ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ കണ്ട ഒരു കുട്ടിക്ക് മനസ്സിലാവും ഇത് എന്താണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്നുള്ളത്. എന്നാൽ പോലും നമ്മൾ ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ A ട്രാൻസ്പോസ് കാണാണ്. A ട്രാൻസ്പോസ് എന്താ മക്കളെ? ഇത് തിരിച്ചിടുക. 0 0 1 -1 -1 0 1 1 -1 0. ഇത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുള്ളത് ഇത് പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ ഞാൻ നെഗറ്റീവിനെ പുറത്തു കൊടുത്തു. ഈ ഒരു സ്ഥാനത്ത് നെഗറ്റീവ് പുറത്തു കൊടുത്ത്. അപ്പൊ നെഗറ്റീവ് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? ഇതിൽ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവും പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആവുന്നതാണ്. അപ്പൊ നെഗറ്റീവ് ഇതാ ഞാൻ പുറത്തു കൊടുത്ത്. ബാക്കി 0 നെഗറ്റീവ് എടുത്താൽ പിന്നെ 0 തന്നെ, അതുപോലെ തന്നെ എഴുതാം. then അടുത്ത -1 നിന്ന് പുറത്തെടുത്താൽ +1 +1 നിന്ന് -1. അപ്പൊ ദാ -1 0 +1 അതേപോലെ +1 -1 0. ക്ലിയർ അല്ലേ? 3 ആണ് വന്നത്. ഓക്കെ, ഇത് ആരാണ്? ഇപ്പോ വളരെ വ്യക്തമാണ്. ഇതാരാ ഈ സംഭവം? നമ്മുടെ A എന്ന മെട്രിക്സ് അല്ലേ. നമ്മളോട് എന്ത് പ്രൂവ് ചെയ്തു? A ട്രാൻസ്പോസ് കണ്ടപ്പോൾ ആരെ കിട്ടി? നെഗറ്റീവ് ഓഫ് A കിട്ടിയല്ലോ. അങ്ങനെയാണ് ഇത് ആര് നമുക്ക് ഷോ ദാറ്റ് ചെയ്തല്ലോ. ഇതെന്താണ്? സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദി മെട്രിക്സ് A equal to മെട്രിക്സ് 1 5 6 7 വെരിഫൈ ദാറ്റ്. അതാണ് വീട്ടിൽ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്ത് കേട്ടാ. First one, A plus A transpose is asymmetric, and second one, A minus A transpose is a skew symmetric. നമ്മൾ റിമാർക്കിൽ പറഞ്ഞ ഒരു കാര്യമാണ്. A plus A transpose സിമ്മട്രിക് ആയിരിക്കും, A minus A transpose എന്തായിരിക്കും? സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വൺ നമ്മൾ A എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ അതിന്റെ ആദ്യം കാണാം A ട്രാൻസ്പോസ് ആദ്യം കാണാം. എന്താ A ട്രാൻസ്പോസ് 1 5 6 7. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ടേമാണ് A plus A ട്രാൻസ്പോസ്. A plus A ട്രാൻസ്പോസ്. ഓക്കെ, എന്താ A plus A ട്രാൻസ്പോസ് എന്നാ? A എന്ന് പറഞ്ഞാൽ 1 5 6 7 പ്ലസ് A ട്രാൻസ്പോസ് നമ്മൾ ഇവിടെ കണ്ടെത്തി 1 6 5 7. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? പറഞ്ഞോളൂ. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? പറയും, വേഗം പറയാലോ. നേരെ എന്ത് ചെയ്യാം?
മെട്രിക്സ് ആഡ് ചെയ്യാനുള്ള കണ്ടീഷൻ ഒക്കെ നമ്മൾ പറഞ്ഞാണ് മുമ്പത്തെ വീഡിയോകളിൽ. ഓക്കെ, രണ്ടും എന്ത് ചെയ്യണം, ഓർഡർ സെയിം ആയിരിക്കണം അല്ലേ, എന്നാലേ നമ്മൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 1 + 1 2 ആണ്, 11 and 14 ഇതല്ലേ വരിക. അപ്പൊ ഇതാണ് A + A ട്രാൻസ്പോസ് 1. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ A + A ട്രാൻസ്പോസ് എന്താണെന്ന് തെളിയിക്കണം, സിമ്മട്രിക് ആണ് തെളിയിക്കണം. അപ്പൊ ഞാൻ ഇവിടെ A + A ട്രാൻസ്പോസിനെ എന്തായിട്ട് ഡിനോട്ട് ചെയ്ത്, P ആയിട്ട് ഡിനോട്ട് ചെയ്തു. P ആയിട്ട് ലെറ്റർ ആയിട്ട് എടുത്ത്, അതായത് ഈ ഒരു സാധനം എന്തെന്ന് തെളിയിക്കണം, സിമ്മട്രിക് ആണെന്ന് തെളിയിക്കണം. അപ്പൊ സിമ്മട്രിക് ആണെന്ന് പറഞ്ഞാലും സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് പറഞ്ഞാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണും. അതായത് ഇതിന് മൊത്തത്തിൽ ട്രാൻസ്പോസ് കാണും. ഓക്കെ, ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ A + A ട്രാൻസ്പോസിനെ P ആയി എടുത്തു. അങ്ങനെയാണ് ഇവിടെ എന്ത് കണ്ടാൽ മതി, P ട്രാൻസ്പോസ് കണ്ടാൽ മതി. അപ്പൊ പറ P ട്രാൻസ്പോസ് കാണുമ്പോൾ എന്താ വരിക, P ട്രാൻസ്പോസ് പറഞ്ഞാൽ A + A ട്രാൻസ്പോസ് ആണ് P. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ തിരിച്ചിട്ടാൽ മതിയല്ലോ. പറ 2 11 14. അപ്പൊ എന്തിനാ വന്ന്, P തന്നെ വന്നു അല്ലേ. നമ്മുടെ P ആരായിരുന്നു, A + A ട്രാൻസ്പോസ് തന്നെ. നമ്മൾ എന്താ കണ്ടീഷൻ എന്താ പറഞ്ഞത്, ഒരു മെട്രിക്സിന് ട്രാൻസ്പോസ് കണ്ട ആ മെട്രിക്സ് തന്നെ വരികയാണെങ്കിൽ അവിടെ എന്ത് പറയാം, സിമ്മട്രിക് എന്ന് പറയാം. ഇവിടെ എന്ത് മനസ്സിലായി, ഇത് സിമ്മട്രിക് ആണെന്ന് മനസ്സിലായല്ലോ, വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ. ഓക്കെ, ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്, A + A ട്രാൻസ്പോസിനെയാണ് P ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ A + A ട്രാൻസ്പോസ് ആണ് സിമ്മട്രിക് ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോ P ആണ് നമ്മൾ അത് എടുത്തത്. അപ്പൊ P ട്രാൻസ്പോസ് കണ്ടാൽ മതി. അപ്പൊ എന്താണ് കിട്ടുന്നത് നോക്കുക, P തന്നെ കിട്ടുന്നത്. P എന്ന് പറഞ്ഞാൽ ആരാണ്, A + A ട്രാൻസ്പോസ് ഈസ് എ സിമ്മട്രിക്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താ, സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് തെളിയിക്കണം. അതായത് A - A ട്രാൻസ്പോസ് ആണ്. A - A ട്രാൻസ്പോസ് എന്താ, A എന്ന് പറഞ്ഞാൽ 1 5 6 7 -1 6 5 7 അല്ലേ. മൈനസ് ചെയ്യാം നേരത്തെ പോലെ തന്നെ. എന്താ പറയാ, 1 1 0 ആയില്ലേ. 5 - 6 ആണ് -1, 6 - 5 പറഞ്ഞാൽ 1 ആയി, 7 - 7 0 ആയി. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ A - A ട്രാൻസ്പോസിനെ Q ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, Q ആയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q ട്രാൻസ്പോസ് കണ്ടുനോക്കുക. Q ട്രാൻസ്പോസ് ആണ് ആദ്യം തിരിച്ചിട്ട് പറഞ്ഞോളൂ, 0 1 -1 0. അപ്പൊ ഇവിടെ വളരെ കാര്യം വ്യക്തമായി. മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക, അവിടെ നമ്മൾ മൈനസ് കൊടുക്കുമ്പോൾ 0 -1 1 0. ഇത് ആരാണ് മക്കളെ, ഈക്വൽ ടു -Q എന്നായില്ലേ. നമ്മുടെ തെളിയിക്കേണ്ടത് തന്നെയല്ലേ, Q ട്രാൻസ്പോസ് ഈക്വൽ ടു -Q. അതായത് ആര് മനസ്സിലായി, -A ട്രാൻസ്പോസ് ആയി ഉത്തരം. അപ്പൊ എന്ത് പറയാം, സ്ക്യൂ സിമ്മട്രിക് എന്ന് പറഞ്ഞൂടെ അല്ലെ. നമ്മള് A - A ട്രാൻസ്പോസ് കണ്ടു. ഈ ഒരു മെട്രിക്സ്, ഈ മെട്രിക്സ് സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പൊ ഈ മെട്രിക്സിനെ ഞാൻ Q ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണ് വന്നത്. therefore എന്ന് പറയാം, അത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നോട്ട് ചെയ്തെടുത്തോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് മെട്രിക്സ് 0 2 3 4 1 0 6 4 2 ആസ് ദി സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. അതായത് ഈ ഒരു മെട്രിക്സിനെ നമ്മൾ സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക്കിന്റെയും സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് എന്താ, മെട്രിക്സ് A = ½ into A + A ട്രാൻസ്പോസ് പ്ലസ് ½ into A - A ട്രാൻസ്പോസ്. ഇതാണല്ലോ സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക്കിന്റെയും സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഒന്നും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്യും. മെട്രിക്സ് A = രണ്ടിൽ ½ കോമൺ ആയതുകൊണ്ട് ½ പുറത്തേക്ക് എടുത്ത് ബാക്കി എഴുതാൻ പോവാണ്. A + A ട്രാൻസ്പോസ് പ്ലസ് A - A ട്രാൻസ്പോസ്. ഓക്കെ, പിന്നെ ഇതിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ, ചെയ്യുന്നത് സിംപ്ലിസിറ്റിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ആവശ്യം A + A ട്രാൻസ്പോസ് ഒക്കെ ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ അത് ഞാൻ ഇവിടെ നിന്ന് A ട്രാൻസ്പോസ് നമ്മൾ ഈ തന്ന മെട്രിക്സിനെ A ആയി കൊടുക്കുകയാണെങ്കിൽ അല്ലേ, അപ്പൊ A = തന്ന ഈ മെട്രിക്സ് 0 2 3 അതേപോലെ 4 1 0 6 4 2 അതാണ് നമ്മൾ A ആയി എടുത്തത് അല്ലേ. അങ്ങനെയാണ് A ട്രാൻസ്പോസ് എന്തായിരിക്കും, ഇതിന്റെ ട്രാൻസ്പോസ് നമുക്ക് കാണാൻ അറിയാം. 0 2 3 ഫസ്റ്റ് കോളായി, 4 1 0 സെക്കൻഡ് കോളായി, 6 4 2 തേർഡ് കോളായി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള അടുത്ത ആളാണ് A + A ട്രാൻസ്പോസ്. അതായത് ഈ രണ്ടും തമ്മിൽ പ്ലസ് ചെയ്യാം. ഇത് രണ്ടും പ്ലസ് ചെയ്തൂടെ, 0 + 0 0 4 + 2 6 6 + 3 9 4 + 2 6 1 + 1 2 0 + 4 4 ആണ്.
6 plus 3 9, 4 plus 0 4, 2 plus 2 4. Clear അല്ലേ? അപ്പോൾ A plus A ട്രാൻസ്പോസ് വരും. ഇനി നമുക്ക് വേണ്ടത് A minus A ട്രാൻസ്പോസ് ആണ്. A minus A ട്രാൻസ്പോസ്. അതും കണ്ടു. A minus A ട്രാൻസ്പോസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ A minus A ട്രാൻസ്പോസ് എന്താ? ഇവിടെ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. 0 minus 0 0, 2 minus 4 ആണ് -2, 3 minus 6 ആണ് -3, then അടുത്ത പറ 4 minus 2 ആണ് 2, 1 minus 1 ആണ് 0, അതേപോലെ 0 minus 4 ആണ് -4, അതേപോലെ 6 minus 3 ആണ് 3, അതേപോലെ 4 minus 0 ആണ് 4, അതേപോലെ 2 minus 2 ആണ് 0. അപ്പോൾ അതും കിട്ടി. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ. അപ്പോൾ അത്രയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എ എന്ന മെട്രിക്സ് എന്തായിരുന്നു? അത് അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടാണ്. അതായത് എ 0 2 3 അല്ലേ, 4 1 0 6 4 2 ഈക്വൽ ടു ഹാഫ് അതുപോലെ തന്നെ എഴുതി. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താ അവിടെ കിട്ടിയത്? എ പ്ലസ് എ ട്രാൻസ്പോസ് അത് ഞാൻ പറയാം. അത് എഴുതാൻ പോവാണ് 0 6 9 6 2 4 9 4 4 പ്ലസ് എന്തായിരുന്നു എ മൈനസ് എ ട്രാൻസ്പോസ് അതും കിട്ടിയിട്ടുണ്ട്. 0 -2 -3 then 2 0 -4 3 4 0 അതും ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മൾ എ അവിടെ നിന്നോട്ടെ, ഈ ഹാഫ് അതുപോലെ തന്നെ ഇതാ. ഓക്കെ, ഹാഫ് അതുപോലെ തന്നെ നിർത്തി. ഇത് രണ്ടും നമ്മൾ പ്ലസ് ചെയ്യാം. 0 + 0 0, 6 + -2 ആണ് 4 ആയി, 9 + -3 ആണ് 4 ആയി 6 ആയി, then 6 + 2 എന്ന് പറഞ്ഞാൽ 8 ആയി, 2 + 0 എന്ന് പറഞ്ഞാൽ 2 ആയി, 4 + -4 ആണ് 0 അല്ലേ, 9 + 3 എന്ന് പറഞ്ഞാൽ 12 ആയല്ലോ, 4 + 4 ആണ് 8 ആയി, 4 + 0 ആണ് 4 ആയി. ഇത്രയും കാര്യം ഓക്കെ. ഓക്കെ, ഇനി അതിനെ എന്ത് ചെയ്യാം? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യണം. അടുത്ത് ചെയ്യണം. അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഈക്വൽ ടു അത് ഈ 1/2 എല്ലാതും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 0/2 അല്ലേ? 0/2 എന്ത് വരും? 0/2 0, 4/2 4/2 ആരാ? 2, 6/2 3 അല്ലേ, 6/2, 8/2 4, 2/2 1, 0/2 0, 12/2 എത്ര? 12/2 ആണ് 6 അല്ലേ, 12/2 6 ആണ്, then 8/2 4, then 4/2 2 ആണ്. ഇതല്ലേ സംഭവം വന്നത്? ഇതാണോ നമ്മുടെ എ? കണ്ടില്ലേ, ഇതല്ലേ ആ എ തന്നെ എത്തിയില്ലേ? അപ്പൊ ഇതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എന്ത് പറയുന്നത്? സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. അപ്പോ ഇതൊന്നും എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഇത്ര എഴുതിയാൽ ആൻസർ ആണ് കേട്ടോ. ഇത്ര എഴുതിയാൽ തന്നെ മതി. ഈ ഒരു സംഭവം മാത്രം ഇതുവരെ എഴുതിയാൽ തന്നെ ആൻസർ ആയിരിക്കും. എവിടെ വരെ മക്കളെ? ഈ ഒരു കൺസെപ്റ്റ് ഇത്ര മാത്രം എഴുതിയാൽ തന്നെ നമ്മുടെ ആൻസർ ആണ്. ഇത്ര എഴുതിയാൽ തന്നെ മതി, നമ്മുടെ ആൻസർ ആയി. എ എന്ന മെട്രിക്സിനെ സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെ ആയിട്ട് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇത്രയാണ് ആൻസർ. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യന് അപ്പോൾ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി സോ ദാറ്റ് ദി മെട്രിക്സ് എ ഈക്വൽ ടു 2a 5 3 - 2b c 0 0 ഈസ് സിമ്മട്രിക്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ എ എന്ന മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് ഈ മെട്രിക്സിലെ എയും ബിയും സിയും കണ്ടെത്താനാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ട്രാൻസ്പോസ് കാണും. എ ട്രാൻസ്പോസ് കണ്ടെത്തി. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് തിരിച്ച് ചെയ്തല്ലേ, 2a 5 3 - 2b അതേപോലെ c 0 0. അപ്പോൾ അത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞൂടെ? കാരണം എന്താ? സിൻസ് ബ്രാക്കറ്റിൽ വേണം എഴുതാ, സിൻസ് A is symmetric. A is symmetric given ആണ് അല്ലേ? സിമ്മട്രിക് ആണ് എ, സിമ്മട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായില്ലേ? അതായത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതുക. 2 3 c a - 2 0 5 b 0
equal to 2a5 3 minus 2b c0 0. ഓക്കെ, ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കിട്ടി. ഇവിടെ സിന്റെ സ്ഥാനത്ത് ആരാ 5 ആണ് അല്ലേ. അതേപോലെ എന്റെ സ്ഥാനത്ത് ആരാ എന്റെ സ്ഥാനത്ത് ആരാ 3 ആണ്. അതേപോലെ ബിന്റെ സ്ഥാനത്ത് ആരാ 0 ആണ്. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി. എ ഈക്വൽ ടു 3യും ബി ഈക്വൽ ടു 0യും സി ഈക്വൽ ടു 5. ഓക്കെ, അവിടെ ഏതൊരു കണ്ടീഷൻ ഉള്ളൂ, എ ഈസ് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ്, ഇമ്പോർട്ടന്റ് ആണ്, സിമെട്രിക് മെട്രിക്സ് ആണ് എയും ബിയും. അങ്ങനെ പ്രൂവ് ദാറ്റ് എ ബി മൈനസ് ബി എസ് ക്യൂ സിമെട്രിക് ആണ് തെളിയിക്കുക. അപ്പൊ ഈ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എ ആൻഡ് ബി ആർ സിമെട്രിക് എന്നല്ലേ. അപ്പൊ വളരെ എ ട്രാൻസ്പോസ് ഈക്വൽ എന്ന് പറയാൻ ഇവിടെ തന്നെ എ എന്ന് പറയാം. അങ്ങനെ ഈ ഒരു ലൈനിൽ നിന്നാണ് ഈ കാര്യം കിട്ടിയത്. അതേപോലെ ബി ട്രാൻസ്പോസ് ഈക്വൽ എന്ന് പറയാം, ബി എന്നും പറയാം. അത് ക്വസ്റ്റ്യനിൽ തന്നതാണ്, ഗിവൺ ആണ്. അതാണ് നമുക്ക് വേണ്ടത് എ ബി മൈനസ് ബി എ സ്ക്യൂ സിമെട്രിക് ആണോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമെട്രിക് ആണോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണോ എന്ത് തന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി തന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണും. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസിനെ സെപ്പറേറ്റ് കൊടുത്തു, എ ബി ഓൾ ട്രാൻസ്പോസ് മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി നമ്മളൊന്ന് സൈഡിൽ എഴുതാണ് റിസൾട്ട് എഴുതാന്നിരുന്നു. എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതാരാണ്, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇങ്ങനെ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതത് പ്രകാരം എ ബി ഓൾ ട്രാൻസ്പോസ് എന്ത് ചെയ്താൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ് എങ്ങനെ ചെയ്താൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എയും ബിയും സിമെട്രിക് ആണെന്ന്. അപ്പൊ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണ്. അപ്പൊ ഇവിടെ എ ട്രാൻസ്പോസ് ഉള്ളടത്ത് എ കൊടുക്കുക, ബി ട്രാൻസ്പോസ് ഉള്ളടത്ത് ബി കൊടുക്കുക. ഇവിടെ ബി എ മൈനസ് എ ബി എന്നായി. ക്ലിയർ അല്ലേ? ഇത് ഞാൻ ആദ്യം മൈനസ് എ ബി പ്ലസ് ബി എ ഇങ്ങനെ ചെയ്ത ആവശ്യമില്ല. ഞാൻ ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഇത്രയും ഡീപ്പായിട്ട് പറയും, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. മൈനസ് എ ബി പ്ലസ് രണ്ടിത് മൈനസ് പുറത്തേക്ക് എടുത്ത് അപ്പൊ ഇവിടെ എന്തായി ആയല്ലോ. ഓക്കെ, പ്ലസ് ഒന്ന് മൈനസ് പോയാൽ ഒരു മൈനസ് ഉണ്ടാവും. ഈ എ ബി പോയി മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ ബി മൈനസ് ബി എ അല്ലേ. അപ്പൊ നോക്ക്, നമ്മൾ ഏതൊരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സിന്റെ നെഗറ്റീവ് വന്നു. അങ്ങനെയാണ് therefore നമുക്ക് എന്ത് പറയാം, ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്തെന്ന് മനസ്സിലായി? സ്ക്യൂ സിമെട്രിക് ആണെന്ന് ക്ലിയർ ആയല്ലോ. നമുക്ക് എ ബി മൈനസ് ബി എസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കണ്ടേ. അപ്പൊ നമ്മൾ എ ബി മൈനസ് ബി എന്റെ ട്രാൻസ്പോസ് കണ്ടു. അപ്പൊ എന്താ കിട്ടിയത്? നെഗറ്റീവ് ഓഫ് എ ബി മൈനസ് ബി എന്ന് കിട്ടി. അത് തന്നെ അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ, ഇതല്ലേ ഡെഫിനിഷൻ പറഞ്ഞത് സ്ക്യൂ സിമെട്രിക്കിന്റെ. അതുപോലെ വന്നില്ലേ? ഓക്കെ, അതിനാണ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി മെട്രിക്സ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ബി ഈസ് എ സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്. അതായത് മൂന്നും കൂടി ഒരു മെട്രിക്സ് ആണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു ബി. ഈ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്നും അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണെന്നും തെളിയിക്കണം. അക്കോർഡിംഗ് ആസ് എ സിമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ എന്താ ചെയ്യണം. ലെറ്റ് പി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ബി. അതായത് എ ബി ട്രാൻസ്പോസ് നമ്മൾ തന്ന മെട്രിക്സിനെ പി ആയിട്ട് കൊടുത്തു. അപ്പൊ ആദ്യം ഞാൻ സിമെട്രിക് ആണ്, നമുക്ക് സിമെട്രിക് ആണ് തെളിയിക്കാണ് എന്ത് ചെയ്താൽ മതി. അപ്പൊ ഈ മെട്രിക്സ് അതാണ് ഇത് അല്ലെ, അതാണ് പി എടുത്ത് അതിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ അത് തന്നെ കിട്ടുകയാണ്. നമുക്ക് എന്ത് പറയാം, സിമെട്രിക് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോ, ബി ട്രാൻസ്പോസ് അതായത് ബി ഡാഷ് എ ബി ഹോൾ ട്രാൻസ്പോസ് അല്ലെ. അപ്പൊ ഇനി നോക്കി, വേറെ വളരെ സിമ്പിളാണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ അതുപോലെ ബി ഹോൾ ട്രാൻസ്പോസ്. ഇങ്ങനെ ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ ഒന്ന് ഒരു ചെറിയ രീതിയിൽ ഈ ബ്രാക്കറ്റിലുള്ള ഇയാൾ എ ആണ് വിചാരിക്കുക, ഇത് ബി ആണ് വിചാരിക്കുക, റെഡിലേക്ക്. അപ്പൊ ഇത് ഏതിന് സിമിലർ ആയി? എ ബി ഹോൾ ട്രാൻസ്പോസിന് സിമിലർ അല്ലേ? എ ബി ഹോൾ ട്രാൻസ്പോസ് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓർമ്മയില്ലേ റിസൾട്ട് ചെയ്താൽ ട്രാൻസ്പോസ് ഡിസ്കസ് ചെയ്തപ്പോൾ? ഓക്കെ, അപ്പൊ അത് പ്രകാരം ഇതിനെ മാറ്റി ചെയ്താം. അപ്പൊ ഇതിനെ മാറ്റി ചെയ്ത് നോക്കിക്കോ എങ്ങനെയാന്നുള്ളത്. ബി ട്രാൻസ്പോസ്
into B transpose into A all transpose. Okay. ഈ ഒരു റിസൾട്ട് പ്രകാരം ഇതിനെ മാറ്റി. അപ്പൊ ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, ഇതാ ഈ ബി ഡാഷിനെ എ ആക്കിക്കുക, ഈ എനെ ബി ആക്കിക്കുക. അപ്പൊ വീണ്ടും ഇവിടെ എ ബി ഓൾ ട്രാൻസ്പോസ് ആയല്ലോ. അപ്പൊ അതെങ്ങനെ ചെയ്യാം? വേണം ബി ട്രാൻസ്പോസ് അതുപോലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറയാം എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ശ്രദ്ധിച്ചാ കിട്ടൂല്ലേ, ഒക്കെ പോകും. ഓക്കെ, എന്താ പറയുക, ഈ ബി ട്രാൻസ്പോസ് എ ആണ്, എ ആണ് ബി ആണ്, എ ബി ഓൾ ട്രാൻസ്പോസ് ആണ് ഈ ഒരു ഫോർമുല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പൊ അത് പ്രകാരം എ ട്രാൻസ്പോസ് ദെൻ ബി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമായി, നമ്മുടെ റിസൾട്ട് ഉണ്ടായിരുന്നു നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ആരാ? എ ആണ്. രണ്ട് ട്രാൻസ്പോസ് വന്നാൽ അതെന്നാവും മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് ചെയ്താൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ഇൻറ്റു ബി. ഇത്രയും ഓക്കെ. ഇനി ഇവിടെ ഒന്നും കൂടി ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു ബി. എന്താ ഇവിടെ എ ട്രാൻസ്പോസ് മാറി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ടേ അവിടെ എന്തുകൊണ്ട് ഞാൻ എ ഞാൻ അപ്പുറത്ത് സെല്ലില്ല നോക്കിക്കോളൂ. അപ്പൊ അതാ ഈ ബി ട്രാൻസ്പോസ് അതുപോലെ തന്നെ എഴുതി, എ ട്രാൻസ്പോസ് എ എന്ന് എഴുതി. അത് എന്തുകൊണ്ട് എ എഴുതി? കാരണം അക്കോർഡിംഗ് എ ഈസ് സിമെട്രിക്. ക്വസ്റ്റ്യൻ പറയുന്നത് എ ഈസ് സിമെട്രിക് എന്ന്. അപ്പൊ എന്ത് ചെയ്യാ? എ സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എ ആവുമല്ലോ. ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ അപ്ലൈ ചെയ്തത്. ഇതാരാണ്? നമ്മുടെ പി തന്നെ ആയില്ലേ? പി ട്രാൻസ്പോസ് കണ്ടപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ആര് തന്നെ ആയി? പി തന്നെ ആയി. therefore നമുക്ക് എന്ത് പറയാം? ഈസ് സിമെട്രിക്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചില്ലേ ഒക്കെ പോകുന്നു. ഒന്നുകൂടി നോക്കിക്കോ, പറയാൻ പോവാണ്. നമ്മൾ ബി ലെറ്റ് പി ആയിട്ട് നമ്മൾ തന്ന മെട്രിക്സ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു ബി എടുത്ത് ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടു. അപ്പൊ പി ട്രാൻസ്പോസ് ഇതിനെ മൊത്തത്തിൽ ട്രാൻസ്പോസ് ആയി. ഞാൻ എന്ത് ചെയ്തത്? ഈ ബി ട്രാൻസ്പോസ് എ എന്നതിനെ ഒറ്റ ടൈമായി എഴുതി, ആ ബിനെ വേറെ ടൈമാക്കി എടുത്തു. അപ്പൊ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ എന്നതിനെ ക്യാപിറ്റൽ എ ആയിട്ട് ഡിനോട്ട് ചെയ്ത് ഇത് ക്യാപിറ്റൽ ബി ആണ് വിചാരിക്കുക. അപ്പൊ എ ബി ഓൾ ട്രാൻസ്പോസ് അല്ലെ, എ ബി ഓൾ ട്രാൻസ്പോസ് എന്താ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ അത് പ്രകാരം എ ബി ഓൾ ട്രാൻസ്പോസ് എന്താവും? ആദ്യം ഈ ബി ട്രാൻസ്പോസ് ചെയ്യും അല്ലെ, ബി ട്രാൻസ്പോസ് ഇനി എന്നിട്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് അത് എഴുതി. ഓക്കെ, ഈ ബി ട്രാൻസ്പോസ് അതുപോലെ തന്നെ എഴുതി. വീണ്ടും നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ബി ട്രാൻസ്പോസിനെ ക്യാപിറ്റൽ എ ആക്കി കൊടുത്തു, എനെ ക്യാപിറ്റൽ ബി ആക്കി കൊടുത്തു. അപ്പൊ എ ബി ഓൾ ട്രാൻസ്പോസ് എന്താ? എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഇനി ഇവിടെ ബി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? ബി ആയിരിക്കും. ഏത് റിസൾട്ട്? ഈ റിസൾട്ട് പ്രകാരം. ഓക്കെ, ഇനി ബി ട്രാൻസ്പോസ് അതുപോലെ എഴുതി, എ ട്രാൻസ്പോസിന്റെ പകരം എ എന്ന് എഴുതി. കാരണം ക്വസ്റ്റ്യനിൽ അക്കോർഡിംഗ് എ ഈസ് സിമെട്രിക് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ബി അതുപോലെ. അപ്പൊ ബി ട്രാൻസ്പോസ് എ ബി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ കൊടുത്ത പി അല്ലേ? അപ്പൊ ട്രാൻസ്പോസ് കണ്ടപ്പോ ആ കൊടുത്ത ആൾ തന്നെ കിട്ടി, അതന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? സിമെട്രിക് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് സിമെട്രിക് നമ്മള് തെളിയിച്ച് കഴിഞ്ഞു. ഇനി നമ്മള് സ്ക്യൂ സിമെട്രിക് ആണോ എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം പറയാം ഓൾസോ അല്ലെ, ഇവിടുന്ന് തന്നെ ഓൾസോ ഇതിന്റെ ബാക്കിയെ നമുക്ക് ചെയ്തു പോകാം. അതായത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്ത്? ബി ട്രാൻസ്പോസ് ഇൻറ്റു മൈനസ് എ ഇൻറ്റു ബി എന്ന് എഴുതി. എന്താ പറയുക മൈനസ് എ ഇൻറ്റു ബി എഴുതാൻ കാരണം? അക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എ ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്യൂ സിമെട്രിക്. അപ്പൊ എന്താ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ എന്നാണ്. അത് പ്രകാരമാണ് അവിടെ എഴുതിയത്. അപ്പൊ മൈനസിനെ പുറത്ത് എടുക്കാം, മൈനസ് ബി ട്രാൻസ്പോസ് എ ബി. അപ്പൊ മക്കൾ പറ മൈനസ് ഓഫ് ബി ട്രാൻസ്പോസ് എ ബി അല്ലെ, മൈനസ് ഓഫ് പി എന്ന് പറഞ്ഞില്ലേ, മൈനസ് ഓഫ് പി വന്നല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? നമ്മള് ഇവിടെ പി ഡാഷ് കാണുമ്പോ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ 3 സ്റ്റെപ്പ് കൂടെ പറഞ്ഞു, ഇതുവരെയൊക്കെ സെയിം ആണ്. ഇതുവരെ അടുത്ത സ്ക്യൂ സിമെട്രിക്കും സെയിം തന്നെയാണ്. അവിടെ എനെ സിമെട്രിക് ആയി കൊടുക്കുമ്പോ ആരാണ്? ഈസ് സിമെട്രിക് ആയിട്ട് കിട്ടും. സ്ക്യൂ സിമെട്രിക് ആയിട്ട് കൊടുക്കുമ്പോ ആരായി കിട്ടും? സ്ക്യൂ സിമെട്രിക് ആണെന്നും പ്രൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ മക്കളെ, ഇഫ് മാട്രിക്സ് എ ഈക്വൽ ടു 2 4 5 6 verify that A plus A transpose is symmetric and A minus A transpose is skew symmetric. നമ്മൾ ചെയ്തതാണ് ഇതേ മോഡൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല. 8 express the matrix B 2 - 2 - 4 - 1 3 4 1 - 2 - 3
ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഒക്കെ പറഞ്ഞല്ലോ, ഇതേ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേ രൂപത്തിൽ ചെയ്യാം. എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പാണ്. The ninth one, consider the matrix A 1 2 3 4 5 7 3 0 minus 2. Find A transpose. And second question, find A into A transpose. അപ്പോൾ മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്ലിക്കേഷൻ മാർക്ക്. Hence prove that A into A transpose is symmetric matrix. അപ്പോൾ A into A transpose symmetric ആണോ എന്നാണ്. അപ്പോൾ ആ ഉത്തരത്തിന്റെ ട്രാൻസ്പോസ് കാണാം എങ്കിൽ അതന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിമ്മട്രിക് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാം, അതും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്നുള്ളത്. അപ്പോൾ മാർക്ക് മക്കൾ ഒരാളും എന്ത് ചെയ്ത് കളയരുത്. അപ്പോൾ എന്ത് ചെയ്യുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് പറയാം. ദെൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ഒക്കെ ചെയ്യാം. ഓക്കെ.